വേറിട്ട വസ്ത്രങ്ങളാൽ ഒരു ഫാഷൻ ഷോ ഒരുക്കി തൃശൂർ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ വിദ്യാർത്ഥികൾ. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഇല്ലേ, ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്ത് അതിനെ വസ്ത്രങ്ങളാക്കി മാറ്റിയാണ് ഇവർ വ്യത്യസ്തരായത്. പ്രകൃതി സ്നേഹത്തിന്റെയും പുനരുപയോഗത്തിന്റെയും സാധ്യതകളെ കുറിച്ച് സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ വേറിട്ട ഫാഷൻ ഷോ. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രമേയമാക്കി ഋതു 2K26 എന്ന പേരിൽ കഴിഞ്ഞ ദിവസമാണ് വേറിട്ട ഫാഷൻ ഷോ നടന്നത്. സെന്റ് ജോസഫ് കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഷോയിൽ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. പ്രകൃതിക്ക് ദോഷമായി മാറുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുക എന്ന ആശയമായിരുന്നു വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. ഇതിനായി വിവിധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്വയം ശേഖരിച്ചാണ് ഇവർ വസ്ത്രങ്ങൾ തയ്യാറാക്കിയത്. പ്ലാസ്റ്റിക് കവർ, അരിച്ച ടാർപോളിൻ ഷീറ്റ്, കുപ്പികളുടെ അടപ്പുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയവ വിദ്യാർത്ഥികളുടെ കരവിരുതിൽ മനോഹരമായ വസ്ത്രങ്ങളായി മാറി. വിദ്യാർത്ഥികളുടെ കലാമികവും സാങ്കേതിക വൈദഗ്ധ്യവും സാമൂഹിക പ്രതിബദ്ധതയും ഒരുപോലെ പ്രകടമാക്കുന്ന ഫാഷൻ ഷോ പതിവ് പോലെ ഇത്തവണയും ശ്രദ്ധ നേടി. 3 കൊല്ലമായിട്ട് ഋതു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഫാഷൻ ഷോ ആണ്. അതിൽ നമ്മൾ 3 കൊല്ലമായിട്ട് 3 തീംസ് ആണ് നടത്തിയിരുന്നത്. ഈ കൊല്ലം നമ്മൾ നടത്തുന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആണ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ്. ഇത് നമുക്ക് സുലഭമായിട്ടുള്ള നമ്മൾ കോമൺലി കാണപ്പെടുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടും വേസ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, വേസ്റ്റൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ്. നോർമൽ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് അതിനെ കർവ് ചെയ്തിട്ട് ഡ്രസ്സാക്കി മേക്ക് ചെയ്തേക്കാണ്. ചാക്കാണ് അരിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ വൈറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തുരുമ്പും അതിനു മുൻപ് കയറും പ്രമേയമാക്കി ഇതേ ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ച ഫാഷൻ ഷോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിനൊപ്പം ഇവ പുനരുപയോഗിച്ച് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനാകുമെന്ന സന്ദേശവും പങ്കിടുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.